ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് കുറച്ച് വനിതകളെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനും അതുപോലെ തന്നെ അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഈ വീഡിയോൻ്റെ ഒരു പൊരുൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്കും കൂടി തന്നെന്ന് ആദ്യം സപ്പോർട്ട് ചെയ്യാം. ഇത് കുടുംബശ്രീക്കാർ നടത്തുന്ന ഒരു വനിതാ ഹോട്ടലാണ് കേട്ടോ. ഹോട്ടലിൻ്റെ പേര് അന്നപൂർണ എന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നിലമ്പൂർ PG ഹോസ്പിറ്റൽ നേരെ എതിർവശത്തുള്ളതാണ് കേട്ടോ ഇവരുടെ ഹോട്ടല്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉച്ചയൂണ് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഹോട്ടലിൽ പോയി ഒരു ഉച്ചയൂണ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്തായാലും 65-70 രൂപന്റെ അടുത്ത് വരും കേട്ടോ. നമുക്ക് സാധാ ഒരു ഉച്ചയൂണിന് ആ സ്ഥാനത്ത് ഈ ഹോട്ടലിൽ വെറും 30 രൂപക്കാണ് കേട്ടോ നമുക്ക് ഉച്ചക്കില്ലേ വിഭവസമൃദ്ധമായിട്ടുള്ള ഉച്ചയൂണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ എന്ന് പറയുന്നത് അടിപൊളി ചോറുണ്ട്, 2 തരം കറികളുണ്ട്, ഒരു തോരനുണ്ട്, ഒരു കൂട്ടുകറി ഉണ്ട്, അതുപോലെ തന്നെ തൈരുണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ട്, പപ്പടുണ്ട്, പിന്നെ രസമുണ്ട് കേട്ടോ. പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ബീഫ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഓംപ്ലേറ്റും ഉണ്ട് കേട്ടോ. അതിന് തുച്ഛമായ വിലക്കാണ് ഇവര് ഇവിടെ വിൽക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ആരെങ്കിലും നിലമ്പൂരിക്കൂട് വരുന്നവരുണ്ടെങ്കിൽ ഒരു നേരെ ഇവിടെ കയറിങ്ങാണ്ട് ഒരു ഉച്ചയൂണൊന്ന് കഴിച്ചു നോക്ക് കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. അത്രക്കും ടേസ്റ്റിയും വിഭവസമൃദ്ധമായിട്ടുള്ള ഉച്ചയൂണാണ് നമുക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഇവിടുന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹോട്ടലിൽ കയറി ഈ ഒരു ഉച്ചയൂണ് നിങ്ങൾ കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് നഷ്ടമാകൂല. അത്രക്കും ടേസ്റ്റിയാണ് കേട്ടോ ഇവര് ഈ വനിതകൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അവരുടെ കുറച്ച് വിശേഷങ്ങൾ, അവരുണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് ഞാൻ ഇതിലൂടെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. ഈ ചേച്ചിമാർ ഒരു 7:30 ആകുമ്പോഴത്തിന് രാവിലെ ഹോട്ടൽ വന്ന് തുറക്കും കേട്ടോ. പിന്നെ ഒരു 11:15-11:30 ആകുമ്പോഴത്തിന് ഉച്ചക്ക് ലോണ് റെഡിയാക്കും. എല്ലാം റെഡിയായതിനു ശേഷമാണ് അവർ രാവിലത്തെ ഫുഡ് വരെ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് പോയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വന്നൊന്ന് കഴിച്ചു നോക്കണം. പിന്നെ ഞാനും എൻ്റെ മക്കളൊക്കെ വന്ന് ഇവിടെ ഫുഡ് കഴിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഈ ചേച്ചിമാർ 8-9 പേരുണ്ട് കേട്ടോ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. കാരണം വെച്ചാൽ കിച്ചണിലാകുമ്പോൾ ഓരോ ജോലികൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. അപ്പോൾ എല്ലാം അവരൊക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഞങ്ങൾ ഉച്ചക്ക് അവിടെ കഴിക്കാൻ ചെല്ലുന്നത്. അപ്പോൾ ആയോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാം ആയിട്ടുണ്ട്, പിന്നെ പപ്പടമൊക്കെ കാച്ചാനുണ്ട്, അപ്പോൾ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ ആകെ 11 മണി 11:30 ആകണുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ എത്തുന്നത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ അവിടെ ഫുഡ് കഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ മക്കളൊക്കെ ഫുഡ് കഴിക്കുന്ന കുറച്ച് വീഡിയോസും കൂടി ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കല്ലേ. മീൻകറി മീൻകറി എടുക്കുന്നേ. പിന്നെ കുമ്പളങ്ങ കറി. ഐസുവിന് എനിക്ക് എന്താ വേണ്ടേ? അടുക്ക് കുട്ടികൾക്ക് തീർക്കട്ടെ. മീൻ മാമിട്ടുണ്ട് ഏറ്റവും ഇവര് കിച്ചണാണ് കേട്ടോ അത്. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ.
ഞങ്ങൾ വാട പുറത്തുനിന്ന്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ കുട്ടികൾക്ക് ഓരോ സാധനം വാങ്ങാൻ വേണ്ടി. ആ നിലമ്പൂർക്ക് വന്നപ്പോ അങ്ങനെ അവരെ കിച്ചണാണ് കേട്ടോ. അടിപൊളി ഫുഡാണ് കേട്ടോ ഇത്. ആ ഞാൻ യൂട്യൂബിലുണ്ട്. അടിപൊളി എത്തിക്കേ. ചേച്ചിമാരിപ്പോ കഴിക്കണുള്ളൂ അല്ലേ നിങ്ങള്? ആ ഒക്കെ റെഡി ആവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴാ വരിക ഇവിടെ രാവിലെ? ഇവിടെ അല്ലേ? 11:30 ആയപ്പോത്തിന് ഇവിടെ ഫുഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിപ്പോ 11:30 വന്നുകൊണ്ട് ഫുഡ് കഴിക്കണേ. ഇപ്പൊ ഇതാ നമ്മളെ വനിതാ ഹോട്ടലല്ലത്, കുടുംബശ്രീന്റെ വനിതാ ഹോട്ടലാണ് കേട്ടോ. നിലമ്പൂര് PG ഹോസ്പിറ്റലിന്റെ എതിർവശത്തോ അന്നപൂർണ. അടിപൊളി ഫുഡാണ്. നമ്മളെ ഫുഡിന് 30 രൂപയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും വന്നുകൊണ്ട് ഇവരെ ഹെൽപ്പ് ചെയ്യണേ. അടിപൊളി ഫുഡാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റൂല, അത്രക്ക് നല്ല ഫുഡാണ്. അവരെ ഫിഷ് ഉണ്ട്. ഓ അടിപൊളി. നിങ്ങളിവിടെ എത്ര പേരാണ്? 8 ആളുണ്ട് അല്ലേ? ഒക്കെ എല്ലാവരും രാവിലെ വരും അല്ലേ? രാവിലെ വന്ന് 11:30 ആയപ്പോഴത്തേന് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ആ അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിങ്ങും ഫുഡിങ്ങും അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അവിടെ ഉള്ളത് വനിത അന്നപൂർണ കുടുംബശ്രീൻ്റെ ആൾക്കാർ ചെയ്ത ഇതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. എന്തായാലും ഒന്ന് അടിപൊളി ഫുഡാണ്, വെറുതെ പറയല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ. Bye bye. Katu. Nah, bye bye. Nah, bye. Bye bye.